മഹാകാള്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം ഒന്നാം സ്കന്ധം 6, 7, 8, 9 അധ്യായങ്ങളിലായിട്ട് 4 അധ്യായങ്ങളെ കൊണ്ട് മധുകൈടഭ വധം, ഭദ്രകാളി പ്രാദുർഭാവം ഒക്കെ പറയണു. നമുക്കത് കേൾക്കാം. 201 ശ്ലോകങ്ങളെ കൊണ്ടാണ് അത് പറയണത്. ഇപ്പോൾ 285 ശ്ലോകമാണ് നമ്മൾ ഭാഗവതത്തിൽ 5 അധ്യായങ്ങളെ കൊണ്ട് പാരായണം ചെയ്തത്. ഓം ഋഷികൾ ചൊന്നല്ലോ സൗമ്യ നീ ശൗരി മധുകൈടപരോടടർ മഹാർണവത്തിൽ വെച്ച് 5000 ആണ്ട് അന്നു ചെയ്തതായി സമസ്തം ആഴിനീരായോരാ അക്കാലത്തേതിൽ നിന്നവർ സംജാതർ ദുരാധർഷന്മാരാം ആ ദേവദുർജയർ അവരുണ്ടായത് എമ്മട്ടാ ഹരി കൊന്നതും വിദ്വാൻ കഥിച്ചാലും ആശ്ചര്യകരം ആചരിതം ഭവാൻ. കേൾക്കാൻ കൊതിക്കുവോർ ഞങ്ങൾ വക്താവാം നീ സുവിശ്രുതൻ ഭാഗ്യാതിരേകത്താലത്രേ നമ്മളിങ്ങൊത്തു ചേർന്നതും മൂർഖരോടുള്ളൊരച്ചേർച്ച വിഷത്തേക്കാൾ ഭയാനകം വിദ്വാൻമാരുടെ സമ്പർക്കം അമൃതോപമവും തഥാ. ഉഗ്രശ്രവസ് എന്ന സൂതനും ശൗനകാദി മഹർഷിമാരും തമ്മിൽ നൈമിഷാരണ്യത്തിൽ വെച്ച് സംവദിക്കുന്നതാണ് ഈ ഭാഗം. അപ്പോൾ അവർ ഋഷികൾ പറയണു, മഹാപണ്ഡിതന്മാരാണ്, ലോകഹിതാർത്ഥമാണ് ഈ യജ്ഞദാനാദികളെ ചെയ്യുന്നത്. യാഗാദികളൊക്കെ അവിടെ വിസ്തരിച്ചാണ് കലി സന്തരണാർത്ഥം ചെയ്യണത്. അവരാണ് ഈ സൂതനോട്, പ്രതിലോമജനായിട്ടുള്ള സൂതനോട്, അങ്ങ് വക്താവാണ്, നമ്മൾ തമ്മിലുള്ള സംഘം സത്സംഗമാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. ചീത്ത കൂട്ടുകെട്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതം നഷ്ടാവും. നല്ല കൂട്ടുകെട്ട് നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കും. തിന്നും കുടിച്ചും ക്രീഡിച്ചും നാൾ കഴിക്കുന്നു ജീവികൾ, വിഷയാകാരമാം ഭോഗ സൗഖ്യം തേടുന്നു സർവ്വത. നന്മ തിന്മകൾ തൻ ജ്ഞാനമില്ലവയ്ക്ക് വിവേകവും, പുരാണ ശ്രദ്ധയില്ലാത്തോർ ഇവയോടൊക്കുമോർക്കുകിൽ. ജന്തുക്കളിൽ ഉണ്ട് ഓർത്താൽ ശ്രവണാദരമുള്ളവ, മോഹിപ്പൂ നാദപാനത്താൽ കാതില്ല ഫണിവർഗവും. കണ്ണും ചെവിയുമാണല്ലോ മുഖ്യം പഞ്ചേന്ദ്രിയങ്ങളിൽ, വസ്തുജ്ഞാനം കേൾവിയാലും കാഴ്ചയാൽ ബോധവും വരും. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കണ്ണും ചെവിയാണ്. അത് തുറന്നു വെക്കണം. വേണ്ടതിനെ സ്വീകരിക്കണം, വേണ്ടാത്തതിനെ ഒഴിവാക്കണം. ആസക്തി ഇല്ലാതെ കണ്ട് അനുഭവിക്കുകയും വേണം. അതല്ലാണ്ട് ചെയ്യുന്നതൊക്കെ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ടും അത് ഉപയോഗത്തിൽ വരുത്തുന്നില്ല. കാരണം വിശേഷ ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കണില്ല എന്നാണ് അതിൻ്റെ സാരം. ഇതിനൊക്കെ കാരണം മുഗുണങ്ങളാണ്. സാത്വികം രാജസം പിന്നെ താമസം 3 മാതിരി കേൾവിയുണ്ടെന്നോതിടുന്നു വിജ്ഞരായോർ സുനിശ്ചിതം. സാത്വികം വേദശാസ്ത്രാദി സാഹിത്യം തന്നെ രാജസം, വഴക്കിൻ വാർത്തയും ചുമ്മാ പഴിയും കേൾക്കൽ താമസം. ഏറ്റവും പ്രധാനം ഇതാണ്. വേദം, ശാസ്ത്രം, പുരാണം ഇതൊക്കെ സാത്വികമായിട്ടുള്ള ഭാവത്തിലാണ്. രാജസഭാവത്തിലാണ് സാഹിത്യാദികൾ. നമ്മൾ സാഹിത്യം എന്നുള്ള ഒരു വിഭാഗത്തിൽ വിശ്വസാഹിത്യം എന്നൊക്കെ പറയും. അപ്പോൾ അത് രണ്ടാമത്തെ രാജസഭാവത്തിലേ വരണുള്ളൂ. അതേപോലെ തന്നെ തമ്മിലുള്ള വഴക്ക്, പോരടി, അങ്ങനെയല്ലേ പലതും ഉണ്ടല്ലോ. നാട്ടുവാർത്തകൾ അതൊക്കെ തമോ ഗുണപരമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പേപ്പറായാലും TV ആയാലും വിപരീതം വരാനുള്ള കാരണം അതാണ്. കാരണം സംഭവിക്കുന്നത് അങ്ങനെയാണ്, കലികാലമായതുകൊണ്ടാണ്. ഇത് കൃതയുഗാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരില്ല. മൂവിധം സാത്വികം എന്നുരപ്പൂ പ്രാജ്ഞരായവർ, ഉത്തമം മധ്യമം പിന്നെ അധമം 3 താനവ. ഉത്തമം മുക്തിയേകുന്നു, മധ്യമം സ്വർഗവാസവും, അധമം ഭോഗഫലവും എന്നോതുന്നു മനീഷികൾ. അപ്പോൾ സാത്വിക ഗുണത്തിൽ തന്നെ ഉത്തമം, മധ്യമം, പ്രാകൃതം എന്നുള്ള ഭാവത്തിൽ, അധമം എന്നാണെങ്കിൽ പ്രാകൃതം എന്ന നിലയ്ക്കാണ് പറയുക. അപ്പം അതിൽ വേദം, പുരാണം ഇതൊക്കെ ഉത്തമങ്ങളാണ്. ശാസ്ത്രമായപ്പോഴേക്കും ആയുർവേദം അതൊക്കെ ശാസ്ത്രമാണ്. ധനുർവേദം, ആയുർവേദം, അതേപോലെ അർത്ഥശാസ്ത്രം ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്. അത് മധ്യമത്തിലാണ് വരിക. നാട്ടു വാർത്തകളൊക്കെയോ അത് ഏറ്റവും മോശമായിട്ടാണ് വരിക. ഇവിടെ കാവ്യത്തെയാണ് 3ാമത്തെ ഭാവമായിട്ട് പറഞ്ഞത്. ഇപ്പം നമ്മൾ മഹാകാവ്യങ്ങളുണ്ട്. ഈ മഹാകാവ്യങ്ങൾ പോലും സാത്വിക ഭാവത്തിൽ പ്രാകൃതം എന്നാണ് പറഞ്ഞത്. ഭോഗതം എന്നാണ്. അപ്പം എന്തായാലും സാരം അത്
മൂന്നാമത്തെ ഭാവത്തിലേ എത്തുള്ളൂ. അധമം എന്നുള്ള നിലയ്ക്ക്. അധമം വെച്ചാൽ താഴെ എന്നുള്ള അർത്ഥമല്ല, നമ്മുടെ ചീത്ത എന്നുള്ള അർത്ഥമല്ല. എല്ലാവരും അധമം എന്ന് പറയുമ്പോൾ ചീത്ത എന്നാണ് കണക്കാക്കുക, താഴെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതുപോലും കാവ്യങ്ങൾ പോലും താഴെയാണ്. കാരണം അത് കാമുകി കാമുകന്മാർ തമ്മിലുള്ള സംവാദമായിട്ടാണ്. എന്നാൽ അതിൽ ഉത്തമമുണ്ട്. രാധാകൃഷ്ണ പ്രേമം, ശിവപാർവതി ഒന്നിക്കല്. അത് ഒന്നിക്കൽ വെച്ചാൽ അത് ഒരു തവണയോടെ ഒന്നിച്ചു, പിന്നെ അതിന് വേർപാടില്ല. സൂര്യൻ്റെ രശ്മി പോലെയാണ്, അതിന് വേർപാടില്ല. ലക്ഷ്മി വിഷ്ണു, അതിന് വേർപാടില്ല. സരസ്വതി ബ്രഹ്മാവ്, മുഖത്തിൽ നാവിൽ, മുഖം, ചുണ്ടുകൾ, നാവ്, അങ്ങനെയല്ല, അങ്ങനെയാണല്ലോ വാക്കുകൾ പുറത്തേക്ക് വരിക. അപ്പോൾ അതും സരസ്വതിയും ബ്രഹ്മാവും വേർപാടില്ല. വക്ഷസ്സിൽ, ഹൃദയത്തിലാണ് ഭഗവാൻ വിഷ്ണുവിനെ വെച്ചത്, വിഷ്ണു ലക്ഷ്മിയെ വെച്ചത്. അതേപോലെ ശിവൻ ശ്രീപാർവതിയെ അർത്ഥഭാഗം, ശരീരത്തിൻ്റെ അർത്ഥഭാഗം, അർദ്ധനാരീശ്വര ഭാവത്തിലാണ്. അപ്പം അതിനും വേർപാടില്ല. ഇതിൽ പോലും ഉത്തമ മധ്യമ പ്രാകൃത ഭാവം ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കുക. നമുക്കൊക്കെ എന്താ ഉള്ളത്? നമുക്കൊന്നുമില്ല. സാഹിത്യവും 3 വിധം, സ്വഭാര്യ കാര്യം ഉത്തമം, വേശ്യ പരസ്ത്രീ കാര്യങ്ങൾ മറ്റു രണ്ടും യഥാക്രമം. ശ്രീ മഹാദേവിയെ നമ. അപ്പോൾ കാവ്യം എന്നുള്ള നിലയ്ക്ക് അതും കൂടി വളരെ മോശമാണ് എന്ന് പറയാൻ. അവനവൻ്റെ ആണെച്ചാൽ അത് ഉത്തമം, വേശ്യയാണെങ്കിൽ രണ്ടാമത്തെ, പരസ്ത്രീ ആണെങ്കിൽ അത് മൂന്നാമത്തെയാണ്. അന്യഭാര്യമാരെ ആകർഷണം തോന്നുക മനസ്സിന് കലികാലത്തിൽ അങ്ങനെയാണത്രേ. അപ്പോൾ ഒരു കാരണവശാലും അത് ശിക്ഷാർഹമാണ്. ഇവിടെ അതെ, നരകത്തിലും അതെ. മരിച്ചു പോയാലും ശിക്ഷയുണ്ട്, ഇവിടെയും ശിക്ഷയുണ്ട്. മോവിധം താൻ താമസവും എന്ന ശാസ്ത്രജ്ഞർ തന്മതം, വധബുദ്ധി എഴുന്നോരോടുള്ളൊരാ രണം ഉത്തമം, പാണ്ഡവാദികളെ പോലെ വെറുപ്പാൽ ചെയ്യുമാ രണം മധ്യമം, ഹേതു കൂടാതെ വഴക്ക് അധമവും സ്മൃതം. ഇപ്പോൾ ഇങ്ങോട്ടൊരാൾ കൊല്ലാൻ വരികയാണെച്ചാൽ അതിനെ നേരിടുന്നത് ഉത്തമമാണ്. ഇനി കുരുപാണ്ഡവ ഈ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധമൊക്കെ അത് മധ്യമാണ്. അതേപോലെ ഒരു കാരണവും കൂടാതെ കണ്ട് വഴക്കടിക്കുക, എന്നിട്ട് എന്തെങ്കിലും തരാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, പറ്റിക്കുക, വഞ്ചിക്കുക, നല്ല വാക്കുകളെ പറഞ്ഞ് എന്നിട്ട് വഞ്ചിക്കുക, അതൊക്കെ ഇന്ന് കലികാലത്തിൽ കൂടുതലാണ്. സാമ്പത്തികം നല്ലോണം വഞ്ചിക്കും, അതേപോലെ വാക്ക്, യശസ്, അതിനെ വഞ്ചിക്കും, അതേപോലെ അറിവുകൾ അത് വഞ്ചിക്കും. പലതരത്തിലുണ്ട്. ഒരാൾ പ്രവൃത്തി ചെയ്യും, എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് വേറെ ആൾക്കാ പോവുക. അങ്ങനെയൊക്കെ നമ്മൾ കലികാലത്തിൽ കാണും. അപ്പം ഇങ്ങനെ നല്ലത് ചെയ്താലും നല്ലത് എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം? നല്ലത് എന്നുള്ളത് പറയാനുള്ള ഉത്തമ ഗുണമില്ല, ആ സാത്വികം ഇല്ല. അപ്പോൾ ഈ രജോ ഗുണം ഇല്ല, അതിൻ്റെ തമോ ഗുണമുള്ളത്. അപ്പം എന്താ ചെയ്യുക? അപ്പം നല്ലത് ചെയ്ത ആളെയല്ല, അത് നന്നാക്കിയിട്ട് പറയണ ആളെയാണ് ഇഷ്ടം. നല്ലത് ചെയ്താലല്ല, നന്നാക്കിയിട്ട് പറയണ ആളെ. ഇപ്പോൾ ചെയ്യണ ആൾക്ക് അതിന് ഇതില്ല, വിപരീതമാണെന്ന് സാരം. അതാണ് ഇതിൽ വെച്ചൊക്കെയും പുണ്യം പുരാണ ശ്രവണം ശുഭം, ബുദ്ധി വർദ്ധിപ്പിക്കും അത് പാപമെല്ലാം അകറ്റിടും. അപ്പോൾ പുരാണത്തിൻ്റെ ഒരു മഹാത്മ്യം പറയാണ്. മഹാവൈദികന്മാരും താന്ത്രികന്മാരും പുരാണത്തെ പഠിച്ചിട്ട് വേണം അത് ചെയ്യാൻ എന്ന് പുരാണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൂതനെ പുരാണ വക്താവ് എന്ന് പറയുമ്പോൾ ഒരു താഴെ എന്നുള്ള നിലയ്ക്കാണ് ഈ വൈദിക താന്ത്രികന്മാർ, കേമന്മാരൊക്കെ പറയാറ്. അപ്പോൾ തെറ്റാ. അവരും പുരാണത്തെ ആശ്രയിക്കണം. പുരാണത്തെ ആശ്രയിച്ചാലേ അതിൻ്റെ സാങ്കത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. വേദം അതിൻ്റെ സാങ്കത്യം കിട്ടില്ല. വേദം പഠിച്ച് അതിൻ്റെ വേദം അർത്ഥം ഇത് എല്ലാം പഠിക്കണം. അക്ഷരങ്ങൾക്കൊക്കെ അർത്ഥങ്ങളുണ്ട്, സ്വരങ്ങൾക്കൊക്കെ അർത്ഥങ്ങളുണ്ട്. അത് മുഴുവൻ പഠിച്ചിട്ടാണെന്ന് വെച്ചാൽ ഒരു പക്ഷേ തരാകുമായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത് നല്ലോണം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ ഇത് നഷ്ടമാണ്. ഇപ്പോൾ ബുദ്ധി, ജ്ഞാനം, മനഃശുദ്ധി, പാപനാശം, കർമ്മവാസനാനാശം ഇതൊക്കെ പുരാണം കൊണ്ട് സംഭവിക്കും. കേട്ടാൽ മതി, അത് ഹൃദയത്തിൽ ഞങ്ങൾ ഉറച്ചാൽ മതി. അത്ര പ്രാധാന്യമുണ്ട് പുരാണത്തിന്. അതാണ് രാമായണമായാലും ശരി, രാമായണം ഇതിഹാസമാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് രാമായണത്തിലെല്ലാം ഉണ്ട്. ഭാരതമാകുമ്പോഴേക്കും കുറച്ച് ബൃഹത്തായതുകൊണ്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതിൻ്റെ കഥാരുചി വിട്ട് താത്വികത്തിലേക്ക് എത്തിയാലേ അത് മനസ്സിലാവുള്ളൂ. ബൃഹത്തായതുകൊണ്ട് അതിനൊക്കെ സമയമെടുക്കും. രാമായണമാകുമ്പോൾ അത് പ്രശ്നമില്ല. രണ്ടും ഇതിഹാസമാണെങ്കിലും 1.25 ലക്ഷം മറ്റേ 24,000 ഉള്ളൂ, ആ വ്യത്യാസമുണ്ട്. അതുതന്നെ ഈ 4250 ശ്ലോകങ്ങളെ ഉള്ളൂ വെച്ചാലോ അതിൻ്റെ
അത് വളരെ ചുരുക്കമാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം ആവുകയും ചെയ്യും, മനസ്സിലാവുകയും ചെയ്യും. ഇതിഹാസമായിട്ടുള്ള ഈ രാമായണത്തിൽ പറയുന്നുണ്ട് ഇത് പുരാണമാണ് എന്ന്, മഹാദേവനാ പറഞ്ഞത്. അപ്പോൾ ഇതിഹാസത്തിനെ നമ്മൾ പുരാണമായിട്ടും കണക്കാക്കണം. ലക്ഷണപ്രകാരം അത് ഇതിഹാസമാണെങ്കിലും ഈ ഇതിഹാസം എന്നുള്ളത് പുരാണം ആണ് എന്നുള്ളത് മഹാദേവനാൽ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാമായണം ഒരേ പുരാണമാണ്. രാമായണം പുരാണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആക്ഷേപ. അത് ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. മഹാദേവൻ്റെ വാക്കാണ് ഇത് പുരാണമാണ്. അപ്പോൾ മഹാദേവൻ്റെ വാക്ക് തെറ്റാന്ന് പറയേണ്ടി വരില്ലേ? അപ്പോൾ അങ്ങനെയല്ല. അത് അതിൻ്റെ ആ ഒരു ഇതിഹാസത്തിൻ്റെ ഗ്രന്ഥത്തിനൊരു ചില ലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങൾക്കനുസരിച്ച് അത് ഇതിഹാസമായി. ഇതിഹാസം ആണ് ഇതിഹാസം. പുരാ അഭിനവം ആണ് പുരാണം. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയാലേ അത് എന്തുകൊണ്ട് ഇത് പുരാണമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുള്ളൂ. രാമായണം എന്നും പുത്തനാണ്. ഇന്നും നമ്മിൽ രാമനുണ്ട് എന്ന് സാരം. ഈ നമ്മിലുള്ള രാമനെ മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് പുരാണം ശ്രവിക്കുക തന്നെ വേണം, അല്ലെങ്കിൽ പഠിക്കണം, അത് പറയണം, അതാണ്. എന്നിട്ട് വേണം എന്ത് താന്ത്രികായാലും വൈദികായാലും ചെയ്യാൻ. ഭരണകർത്താക്കൾ ഇങ്ങനെയല്ലേ, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നിർബന്ധമായിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ഏതെങ്കിലും തരത്തിലെ യോഗ്യതയോ അർഹതയോ ഉണ്ടെങ്കിൽ അവരെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പുരാണത്തെ പഠിക്കുക തന്നെ വേണം. അപ്പോഴാണ് അത് സാത്വികമായിട്ട് വരികയും വേണം. ലോകഹിതം ആവണം, ഈശ്വരഹിതമാവണം, അവനവന് ഹിതമാവണം. ഈ മൂന്ന് കാര്യവും നിർബന്ധമാക്കണം. ലോകഹിതം, ഈശ്വരഹിതം, ഈ സ്വയം അവനവൻ്റെ ജീവന് ഹിതമാവണം. അതാണ്. ഇതിൽ വെച്ചൊക്കെയും പുണ്യം പുരാണ ശ്രവണം ശുഭം, ബുദ്ധി വർദ്ധിപ്പിക്കും അത് പാപമെല്ലാം അകറ്റിടും. വ്യാസങ്കൽ നിന്നും നീ കേട്ടോര പുരാണം മഹത്തമം, സർവാർത്ഥ സിദ്ധിയേകാനായി ചൊന്നാലും നീ മഹാമതേ. ഇതെല്ലാം ശൗനകാദി മഹർഷിമാർ സൂതനോട് അങ്ങോട്ട് പറയുന്നതാ. അപ്പം എല്ലാം അറിയുന്ന പണ്ഡിതന്മാരാണ് ഇത് കേൾക്കുന്നത് എന്ന് സാരം. ഇപ്പോൾ പുരാണത്തിൻ്റെ വക്താവിന് ഒരു പക്ഷേ അത്രയ്ക്ക് ഉണ്ടായുള്ളൂ എന്ന് വരാം. അതിനേക്കാൾ കൂടുതൽ പാണ്ഡിത്യമുള്ളതായിട്ടുള്ള ശ്രോതാക്കളുണ്ടാവും. അത് അറിഞ്ഞിട്ട് വേണം വക്താവ് പറയാനായിട്ട്. വക്താക്കൾക്കാണ് കൂടുതൽ അറിവ് എന്ന് വക്താവ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വക്താവ് പിന്നെ ഇതിന് അർഹനല്ല. അപ്പം അങ്ങനെ സംഭവിക്കുകയും ചെയ്യരുത്. ഇത് കേൾക്കുന്നവർ എന്നേക്കാൾ കൂടുതൽ ജ്ഞാനമുള്ളവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഞാനിത് പറയാൻ എന്ന് സാരം. അത്രയേ ഉള്ളൂ. അപ്പം ഈ ഞാൻ എന്നുള്ള വാക്ക് ഒരു വക്താവ് പറയില്ല. കാരണം ഞാൻ എന്നുള്ളത് അഹങ്കാരമായിട്ടാണ് വരിക. അപ്പം ഇവിടെ ഇപ്പം ഞാൻ എന്ന് പറഞ്ഞത് എൻ്റെ അഹങ്കാരം കൊണ്ടല്ല. അതങ്ങനെ പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ വിചാരിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും താഴെ നിൽക്കാൻ അതിനുള്ള ഒരു അർഹതയെ ഞാൻ വിചാരിക്കാറുള്ളൂ. എത്ര വലിയ സദസ്സായാലും ശരി, എത്ര സാധാരണക്കാരായിട്ടുള്ള സദസ്സായാലും ശരി, ഞാൻ എൻ്റെ വായന കഴിഞ്ഞാൽ എൻ്റെ ഒപ്പമുള്ളവരെ കൊണ്ടും കൂടി ഈ ഓഡിയൻസിനെ നമസ്കരിപ്പിച്ചും കൊണ്ടാണ് എൻ്റെ ഒരു വായന അവസാനിപ്പിക്കൽ. അതിനെ എതിർക്കുന്ന അനവധി ആൾക്കാരുണ്ട്. നമ്മുടെ വില പോകുന്നു പറഞ്ഞു. എനിക്ക് വില ഇല്ല. എനിക്ക് വില ഉണ്ടെങ്കിലല്ലേ ഇത് പോകുമെന്ന് സംശയിക്കാറുള്ളൂ. ഉള്ളതല്ലേ നഷ്ടാവുള്ളൂ. അപ്പോൾ ഇല്ലാത്ത എങ്ങനെയാണ് നഷ്ടാവുക? അപ്പം അതുകൊണ്ട് അത് പേടിയില്ല. എൻ്റെ ഒപ്പം വരുന്ന വലിയ ആളുകളും എൻ്റെ ഒപ്പം 7 ദിവസം ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവരെ കൊണ്ട് നമസ്കരിപ്പിച്ചേ വിടാറുള്ളൂ. അത് ചിട്ടയാണ്. അത് കാരണം ഇതാണ്. കാരണം എന്നേക്കാൾ അറിവും യോഗ്യതയും ജ്ഞാനവും എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഒക്കെ കൂടുതലുള്ള ആളുകളാണ് ഓഡിയൻസായിട്ട് മുമ്പിൽ ഇരിക്കുന്നത്. ഭഗവാനായാലും ഭഗവതിയായാലും മഹാദേവനായാലും ഗണപതി ആയാലും നമ്മളെക്കാൾ കൂടുതൽ യോഗ്യത ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ ഈ ഏത് സാന്നിധ്യത്തിലാണ് ഈ ഈശ്വരന്മാർ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഈ ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അവരെ. അപ്പോൾ അവരെയാണ് നമസ്കരിക്കുന്നത്. അത് ഗ്രന്ഥായാലും ഗുരുവായാലും ദേവതയായാലും ഈ സ്വരൂപം സ്വീകരിച്ച് വരുന്നത് അവരാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് വേണം നമ്മൾ പുരാണത്തെ പറയുവാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ഞാൻ കേമത്രം ഒരിക്കലും വരാൻ പാടില്ല എന്ന് പ്രത്യേകം പറയാം. കാരണം ഈ പുരാണത്തിലുള്ളതേ നമുക്ക് പറയാനുള്ളൂ. വ്യാസോച്ഛിഷ്ടം ജഗൽ സർവം. അതുകൊണ്ടാണ്. അപ്പോൾ പുരാണ ശ്രവണം അത്രയും പ്രാധാന്യമുണ്ട് എന്ന് പറയാണ്. 1-ാമത്തെ സ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകമായിട്ടാണ് ദേവി ഭാഗവതത്തിൽ ഈ വിഷയത്തെ പറഞ്ഞിരിക്കുന്നത്. സൂതൻ ധന്യർത്താൻ നമ്മൾ ഈ മഞ്ഞിൽ പുരാണം ഇത് കേൾക്കുവാൻ നിങ്ങൾക്കും ഓതുവാൻ ഈയുള്ളോനും ശ്രദ്ധ ഭവിക്കയാൽ ശ്രീ മഹാദേവി നമ. ആഴിപ്പരപ്പിൽ പണ്ട് ഈ ഉലകും മുങ്ങി നിൽക്കവേ ശേഷതൽപ്പത്തിലാ നീരിൽ ആദിദേവൻ ഉറങ്ങവേ കർണമലജന്മാരായി പിറന്നു മധുകേടഭർ ബലിഷ്ഠരാം ദാനവന്മാർ വളർന്നാർ സാഗരോർമ്മയിൽ. അപ്പോൾ ആ സമയത്ത് ഈ കഥ പറയാണ്. മധുകേടവന്മാർ മഹാവിഷ്ണു
ശേഷൻ്റെ അനന്തൻ്റെ മേലിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ചെവിയുടെ ചെപ്പിക്കാട്ടം അതിൽ നിന്നുണ്ടായതായിട്ടുള്ള ഒരു അസുര മഹാസുരന്മാരാണ് രണ്ടുപേര് ദൈത്യന്മാർ അവരുണ്ടായി എന്ന് പറയാണ്. കളിച്ചു പാഞ്ഞ് അങ്ങുമിങ്ങും രമിച്ചാരവരാഴിയിൽ രണ്ടു സോദരരെ പോലെ കൂറ്റന്മാരവരിങ്ങനെ സുഖിക്കേ ചിന്തയിൽ പെട്ടിതൊരിക്കൽ അലയാഴിയിൽ അഹേതുകം കാര്യമില്ലെങ്ങുമി ചിട്ട കാൺമുനാം ആധാരമില്ലാതെ ആധേയം നിൽക്കുമാറിൽ ഒരേടവും അറിയുന്നില്ല നാം ഇങ്ങി ആധാരാധേയ ഭാവവും പരപ്പേറുന്നോരി വെള്ളം സുഖതം നിൽപ്പതെങ്ങുവാൻ സൃഷ്ടിച്ചതാര് എങ്ങനെ നാം മുങ്ങാതെ എന്തിങ്ങു നിൽക്കുവാൻ. ഇപ്പോൾ നമ്മളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഭാവമാണ്. മധുകേടവന്മാർ അസുരന്മാരാണ്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മളെപ്പോഴും അന്വേഷിക്കണം. ആധാരം എന്ത്? ഈ ആധാരത്തിനെയും താങ്ങി നിൽക്കുന്നത് എന്ത്? അപ്പോൾ ആധാരത്തിൻ്റെ അടിയാധാരം നമ്മൾ അന്വേഷിക്കണം എന്ന് സാരം. അത് ഭൂമിയുടെ ആധാരമല്ല. നമ്മുടെ നിലനിൽപ്പിൻ്റെ നമ്മുടെ ജീവൻ എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട് ഈ ശരീരത്തിൽ കയറി, ഈ സംഘം കിട്ടാനുള്ള കാരണം എന്ത്, ഈ ഭൂമിയിൽ ഇപ്പോൾ ഈ കാലത്ത് ജീവിക്കാനുള്ള കാരണം എന്ത്, നമ്മുടെ സംഘങ്ങൾ സത്സംഗമായിട്ടും ദുസ്സംഗമായിട്ടും വരാനുള്ള കാരണം എന്ത്, ഇതൊക്കെ ചിന്തിക്കണം. അതാണ് ആധാരം. അപ്പോൾ ഇവിടെ വെള്ളം എവിടെയാണ് നിൽക്കണത്? വെള്ളം ഭൂമിയിലാണ് നിൽക്കണത്. ഭൂമി എവിടെയാണ് നിൽക്കണത്? ഇങ്ങനെ അന്വേഷിക്കുകയാണ്. സൂതൻ ഏവം കിണഞ്ഞു ചിന്തിച്ചാർ ഉണ്ടായില്ലൊരു തീർച്ചയും നീരിൽ തന്നരികെ നിൽക്കും മധുവോടോതി കൈടഭൻ മധോ നമുക്ക് നീരിന്മേൽ നിൽക്കേണ്ടും ശക്തി നിർഭരം വർത്തിപ്പൂ കാരണം ഇതിന് അവൾ താൻ എന്നും ഓർപ്പു ഞാൻ ശക്തിയാലി ജലം വ്യാപ്തം നീരിന് ആധാരമങ്ങവൾ അവൾ താൻ ആ പരാശക്തി നമ്മയും സൃഷ്ടി ചെയ്തവൾ. ഇപ്പോൾ കൈടഭൻ പറയാണ്, മഹാദേവി തന്നെയാണ് ഇങ്ങനെ നമ്മെ ഉണ്ടാക്കിയത്, ജലം ഉണ്ടാക്കിയത്, ഭൂമി ഉണ്ടാക്കിയത്, അന്തരീക്ഷം ഉണ്ടാക്കിയത്, വായു ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് അമ്മയില്ലാണ്ട്, ഈ ശക്തി ഇല്ലാതെ കണ്ട് ഒന്നും പറ്റില്ല. നമുക്ക് ശക്തി ദേവിയെ ഒന്ന് ആരാധിക്കുക, അപ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും എന്ന് പറയാണ്. അപ്പോൾ ആദ്യത്തെ ജ്ഞാനം കിട്ടി. ചിന്തയിൽപ്പെട്ട ദൈത്യർക്ക് ഈ വണ്ണം ബോധമുദിക്കവേ കേൾക്കായി വാനിൽ നിന്നാശു വാഗ്ബീജം സുമനോഹരം. ഏറ്റവും കൂടുതൽ വലിയൊരു ഭാഗ്യം അവർക്ക് കിട്ടുകയാണ്. ഒരു ഐങ്കാരം അവിടെ ഉച്ചരിക്കപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ദേവി ഭാഗവതത്തിലെ ഐങ്കാരം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ സത്യവ്രതൻ്റെ കഥയിലാണ്. പന്നി വരലും ഐങ്കാരം ഐ ഐ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഐങ്കാരത്തെ ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത് 1-ാമത്തെ സ്കന്ധത്തിൽ ഈ 6-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിലാണ് ഇത് പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിസ്താരം പറയുമ്പോഴാണ് ഈ ഐങ്കാരവും പന്നിയും ഒക്കെ വരണതെന്ന് സാർ. ആദ്യത്തെ കഥയാണ്. ചിന്തയിൽപ്പെട്ട ദൈത്യർക്ക് ഈ വണ്ണം ബോധമുദിക്കവേ കേൾക്കായി വാനിൽ നിന്നാശു വാഗ്ബീജം സുമനോഹരം ഓം ഐം നമ. അതങ്ങ് ഉൾക്കൊണ്ടു ദൃഢം അഭ്യാസം ചെയ്തതായവർ അപ്പോൾ കണ്ടിതൊത്തു മിന്നൽ ശുഭം വാനിൽ സമുദ്ധിതം സർവത്ര. ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ. അപ്പം അമ്മയെ അവർക്ക് ആകാശത്തിൽ കാണാൻ സാധിച്ചു ഈ ഐങ്കാരം ജപിച്ചുകൊണ്ട് തപസ് ചെയ്തപ്പോൾ. ഉറച്ചാരവരന്നേരം മന്ത്രം താനിതു നിർണയം ആകാരം പൂണ്ടൊരാ ധ്യാനമത്രേ കണ്ടതു വാനിൽ നാം ഏവം ചിന്തിച്ചുറപ്പിച്ചു സമാഹിത മനസ്കരായി ജപധ്യാനങ്ങളൊത്തൂണും വിട്ടുവാണാർജിതേന്ദ്രിയർ. ഏവം 1000 ആണ്ട് ഉഗ്രതപസ്വത്തവർ വാഴുകവേ പ്രസന്നയായാൾ അവരിൽ പരാശക്തി പരാൽപരാ. തപസ്സിൽ താൻ ചിത്തമൂന്നി കേഴും ആ ദൈത്യവീരരെ അനുഗ്രഹിക്കാനായുണ്ടായി വാനിൽ വാക്കശരീരിണി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരം വരിപ്പിൻ ദൈത്യമുഖ്യരെ തരുവൻ നിങ്ങൾ തൻ ഉഗ്രതപസ്സാൽ തുഷ്ടയായി ഞാൻ. അപ്പം ഈ ഐങ്കാരം ജപിച്ചുകൊണ്ട് അനവധി കാലം തപസ് ചെയ്തു. ഈ നമ്മൾ സഹസ്രനാമമൊക്കെ ജപിക്കുമ്പോൾ ആദ്യം ഒരു ധ്യാന ശ്ലോകം ചൊല്ലും, സിന്ദൂരാരുണ വിഗ്രഹ. അപ്പം അങ്ങനെ ചൊല്ലാനുള്ള കാരണം എന്താ? ഈ ധ്യാനത്തോട് കൂടിയിട്ട് വേണം എന്തും ചെയ്യുവാനായിട്ട്. നമ്മൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ശ്രീ മഹാദേവിയെ നമ എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു ഭാവമുണ്ട്. ശ്ലോകമായിട്ട് ചെല്ലണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്ലോകമായിട്ട് ചെല്ലിയും കൊണ്ടും പതിവുണ്ട്, ഇങ്ങനെ മൂലമന്ത്രം ജപിച്ചിട്ടായാലും പതിവുണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ ധ്യാനം ഈ രൂപത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത കിട്ടുക. എന്നിട്ട് വേണം അത് ആ പ്രക്രിയ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അത് 1000കണക്കിന് വർഷം തപസ് ചെയ്തപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞു മരണം വേണ്ട. സൂതൻ വാക്കേവം കേട്ടുടൻ ചൊന്നാൻ ദാനവന്മാരും ഇങ്ങനെ സ്വേച്ഛാമൃത്യുവരം ഞങ്ങൾ കേൾക്കണം ദേവി സുവ്രതേ. വാക്ക് എൻ പ്രസാദത്തിനാൽ മൃത്യു ഈ വിധം താനണഞ്ഞിടും സുരാസുരർക്ക് അജയന്മാരായും നിങ്ങൾ ഭവിച്ചിടും. ഇപ്പോൾ അവിടെ എന്താ വരം വേണ്ട ചോദിച്ചപ്പോൾ
മരണത്തെ വഴി അടക്കിയാണല്ലോ വേണ്ടത്. സ്വേച്ഛാമൃത്യു, സ്വച്ഛന്ത മൃത്യു. ഭീഷ്മർക്ക് സ്വച്ഛന്ത മൃത്യു കേട്ടിട്ടുണ്ടാവും. അതേപോലെ ഇവർക്കും ഞാൻ വിചാരിക്കണം എനിക്ക് മരിക്കണം എന്നുണ്ടെങ്കിൽ എന്നുള്ള വരമാണ് കിട്ടിയത്. മാത്രമല്ല അമ്മ കൂടുതൽ അനുഗ്രഹിച്ചു. അസുരന്മാരോ മനുഷ്യരോ ആരും വധിക്കില്ല കേട്ടോ എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ കൂടുതലായി ചോദിക്കാതെ കൊണ്ട് കൂടുതൽ വരം കിട്ടിയെന്നർത്ഥം. പിന്നെ എങ്ങനെയാണ് ഇനി ഞങ്ങളെ വധിച്ചോളൂ എന്ന് വിഷ്ണുവിനോട് വരം കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ വരം കൊടുത്തതിന് ശേഷം വേണ്ടി വന്നു വിഷ്ണുവിനും ഈ മധുവേടവന്മാരെ വധിക്കാൻ. അതാണ് അമ്മയുടെ ലീലാരഹസ്യം, എളുപ്പമല്ല മനസ്സിലാക്കാനേ. സൂതൻ ഏവം ദേവീദത്തമായ വരവും നേടി ഗർവോടും ജലജന്തുക്കളോടൊപ്പം കടലിൽ കേളിയാടിനാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ കണ്ടാൽ എതിരച്ഛയാ പത്മാസനത്തിലാ ബ്രഹ്മപ്രജാപതി ഇരിപ്പതായി. പോർ കൊതിക്കുന്നോരാം ഭീമ വിക്രമന്മാർക്കു മാനസം തെളിഞ്ഞു ചൊന്നോരി വണ്ണം പോരു നൽകുക സുബ്രത. അല്ലെങ്കിൽ താമര വിട്ടാശു പോകായഥേപ്സിതം ബലമില്ലെങ്കിൽ എന്തിന്നിക്കേമത്തം പൂണ്ടൊരാസനം വീരഭോഗ്യം സ്ഥാനം ഇത് വിട്ടുപോവുക ഭീരുനീ. അവർ തൻ വാക്കു കേട്ടാശു ചിന്തയിൽ പെട്ടുപോയി വിധി. തപസ്സു ചെയ്യുമാ സ്രഷ്ടാവ് ബലിഷ്ഠരെ ഇങ്ങനെ കണ്ടു ചെയ്യേണ്ടതെന്തെന്നായ അമ്പരന്നിതു നിർഭരം. മധുകൈടഭയുദ്ധോദ്യോഗം എന്ന 6-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇനി അമ്മ മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മഹാവിഷ്ണുവിൽ നിദ്രാദേവിയായിട്ട് അമ്മ ഇരിക്കുന്നു. ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെടുന്നു. വിഷ്ണുവിൽ നിന്നും നിദ്രാദേവി ഭദ്രകാളിയായിട്ട് പുറമേക്ക് വരുന്നതായിട്ട് രംഗം. ഒരു അധ്യായം കൊണ്ട് അത് 50 ശ്ലോകങ്ങളെ കൊണ്ട് പറയണം. 7-ാം അധ്യായം. സൂതൻ ഓം ശക്തരാം അവരെ കണ്ടു സർവതന്ത്രജ്ഞനാം വിധി. സാമാതിയുദ്ധാന്തോപായം ഓരോന്നും പേർത്തും ഓർക്കയായി. ശരിക്കിവർക്ക് എന്തു ബലം ഉണ്ടെന്നത് അറിയില്ല ഞാൻ. ബലം അജ്ഞാതമാം നേരം യുദ്ധം മെച്ചവുമായി വരാ. ദുഷ്ടരാം മതമത്തന്മാരിവരെ സ്തുതി ചെയ്യിലോ. എൻ ദൗർബല്യത്തെ ഞാൻ തന്നെ കാണിക്കുന്നതുമായി വരും. അശക്തത തെളിഞ്ഞെന്നാൽ ഒറ്റയ്ക്കും ഇവർ കൊന്നിടും. അയോഗ്യം താൻ ദാനമിങ്ങ് ഭേദം ചെയ്വതുമെങ്ങനെ. ശേഷൻ തന്മേൽ പള്ളികൊള്ളും ഈ വിഷ്ണുവെ ഉണർത്തുവൻ. ചതുർഭുജൻ മഹാവീരൻ ഇവനാർത്തികൾ തീർത്തിടും. ഇപ്പോൾ അസുരന്മാരെ നേരിട്ട് ബ്രഹ്മാവിനെ കണ്ടു. ഞങ്ങളോട് യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ സാവധാന ഭേദദണ്ഡങ്ങൾ അത് ചിന്തിച്ചപ്പോൾ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് ബ്രഹ്മാവ് നിശ്ചയിച്ചു. ഇങ്ങനെയുള്ള അസുരന്മാരെ വധിക്കേണ്ട ഉത്തരവാദിത്വം മഹാവിഷ്ണുവിനാണ്, പാലകൻ. അപ്പോൾ പാലകനെ ഉണർത്താൻ നിശ്ചയിച്ചു. ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു പത്മനാളം ഗമിച്ചവൻ. ദുഃഖം കെടുക്കും ശ്രീ വിഷ്ണു തന്നെ ശരണമാക്കിനാൻ. അനക്കമെന്നിയേ യോഗനിദ്ര കൊള്ളും ജഗന്മയൻ ശ്രീനാരായണനെ ബോധം വരുത്താൻ വിധി വാഴ്ത്തിനാൻ. വിഷ്ണുവിനെ സ്തുതിക്കുകയാണ് ബ്രഹ്മാവ്. ദീനനാഥ ഹരേ വിഷ്ണു സർവാവാസ ജഗൽപദേ. ഉണർന്നെണീക്ക ഭക്താർത്തിഹരാ വാമനാമാപദേ. ആർക്കും തിട്ടപ്പെടുത്താനാവാതെ ഏതിനുമുള്ളിലായി വാഴും ചക്രഗദാഹസ്തേ ദുഷ്ടനാശമഹാവ്രത. സർവജ്ഞ സർവലോകേശ സർവശക്ത സുരേശ്വര. എണീറ്റാലും കാത്താലും അഴൽ തീർത്തു നീ. വിശ്വംഭര വിശാലാക്ഷ പുണ്യശ്രവണ കീർത്തന. ജഗദ്യോനെ നിരാകാര സൃഷ്ടിസ്ഥിത്യന്തകാരക. മതം ചേർത്തുള്ളൊരിത്തൈത്യർ കൊല്ലാൻ തയ്യാറെടുത്തിതാ നിൽക്കയാണി സങ്കടം നീ അറിയുന്നില്ലയോ പ്രഭോ. ആർത്തനായി നിൻകാൽ പിടിച്ചോൻ എന്നെ നീ കൈവിടിഞ്ഞിടിൽ. പാലകൻ ഹരി ഈ പേരിൻ അടിത്തറ തെറിച്ചുപോം. യോഗനിദ്രയ്ക്കടിപ്പെട്ടു പോകയാൽ ഈ സ്തവങ്ങളാൽ ഉണർന്നതേയില്ല ഹരി തഥാ ചിന്തിച്ചു പത്മജൻ. നന്നായിട്ട് തന്നെയാണ് സ്തുതിച്ചത്. ആവശ്യവും പറഞ്ഞു. ഈ അസുരന്മാരെ വരിച്ചിട്ടില്ല വെച്ചാൽ അങ്ങ് പാലകൻ എന്നുള്ള ആ പേരിന് അർഹതയില്ലാത്ത ഒരാളായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് വേഗം ഉണരൂ. ഇവിടെ നല്ല ഉറക്കാണ്. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണം. അപ്പോൾ നിദ്രയ്ക്ക് അടിമയാണ് വിഷ്ണു. സാധാരണ എങ്ങനെയാണ് വേണ്ടത്? നിദ്ര നമുക്ക് അടിമയാവണം. അതിനുള്ള പ്രാക്ടീസ് വേണമെന്ന്. അത് ഈ അഷ്ടാംഗ യോഗമൊക്കെ ശീലിച്ചാലേ പറ്റുള്ളൂ. ഉറക്കം നമുക്ക് അടിമയായിട്ട് വരണം. അല്ലാണ്ട് ഉറക്കത്തിന് അടിമയായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത് ആലസ്യമാണ്. പിന്നെ നേരെയാവില്ല. അപ്പോൾ മനസ്സിലായി. ഭഗവതിയെ സ്തുതിക്കുകയാണ്, ഭദ്രകാളിയെ സ്തുതിക്കുകയാണ്.
യോഗനിദ്രയ്ക്കടിപ്പെട്ടു പോകയാൽ ഈ സ്തവങ്ങളാൽ ഉണർന്നതേയില്ല ഹരി. തഥാ ചിന്തിച്ചു പത്മജൻ നിദ്ര കൊള്ളുകയാം വിഷ്ണു. നൂനം ശക്തിക്കധീനനായി ഉണരില്ലിതുകൊണ്ടൊന്നും ചെയ്വതെന്താർത്തനാമിവൻ. മതോദ്ധതന്മാരെ ദൈത്യന്മാരോ കൊല്ലാനണഞ്ഞവർ ചെയ്വതെന്തെങ്ങു പോവേണ്ടു ഗതിയാരുണ്ടെനിക്കിനി. ഉള്ളാലേവൻ നിരൂപിച്ചിട്ടൊടുക്കം ദൃഢചിത്തനായി ഏകാഗ്രഭാവം കൈക്കൊണ്ടു വാഴ്ത്തിനാൻ യോഗനിദ്രയെ. ശ്രീ മഹാദേവി നമ. അമ്മേ ഭദ്രകാളി സ്തുതിക്കുകയാണ് ബ്രഹ്മാവ്. ഓം അനക്കം കൂടിയില്ലാതെ വിഷ്ണുവെ ബോധഹീനനായി തീർത്തോരാ ശക്തി താൻ എന്നെ രക്ഷിക്കാൻ ശക്തയായി വരും. അറിയുന്നില്ല ശബ്ദാദി ഗുണങ്ങളെ മരിച്ചവർ അവണ്ണമറിയുന്നില്ല ഹരിയും നിദ്ര കൊள்കയാൽ. ഓർപ്പൂ ഞാൻ എത്ര വാഴ്ത്തിയിട്ടും വിഷ്ണുവിങ്ങുണരായികയാൽ. ഇവൻ വശത്തല്ല നിദ്ര തൻ വശമിന്നിവൻ. ആരാർക്കധീനനായി നിൽപ്പത് അവൻ തൽ കിങ്കരൻ സദാ. അതിനാലേ യോഗനിദ്ര വിഷ്ണുവിൻ്റെയുമീശ്വരി. ലക്ഷ്മി വശൻ ശ്രീഹരിയെ കൂടി തൻ വശമാക്കിയോൾ. ഇവൾ മുപ്പാരുമിദ്ദേവിക്കധീനം തന്നെ നിശ്ചയം. വിഷ്ണുവും ശംഭുവും ഞാനും രമാ പാർവതി വാണിയും ഏവരും തദധീനന്മാരത്രേ സന്ദേഹമില്ലതിൽ. ആർക്കധീനപ്പെട്ടു വിഷ്ണു കൂടി പ്രാകൃതനെന്ന പോൽ കിടപ്പൂ. പിന്നെ മറ്റുള്ള ധന്യർ തൻ കഥയെന്തുവാൻ. സ്വാതന്ത്ര്യമാരേകിയാലേ നിത്യനാം വിഷ്ണു തൽക്ഷണം പോരിന്നിറങ്ങുമാ യോഗനിദ്രയെ താൻ സ്തുതിക്കുവൻ. ഇങ്ങനെ ബ്രഹ്മാവ് സ്വയം അമ്മയെ പറ്റി ചിന്തിക്കുകയാണ്, അവനവനെ പറ്റി ചിന്തിക്കുകയാണ്, ഒപ്പമുള്ള ഭാര്യമാരെ പറ്റി ചിന്തിക്കുകയാണ്. ത്രിമൂർത്തികൾക്കും മീതയാണ് മഹാദേവി എന്ന് ഓർപ്പിച്ചു. ഇനി ആ മഹാദേവിയെ സ്തുതിക്കുകയാണ്. എന്നു പേർത്തും നിശ്ചയിച്ചപ്പോൾ ആ എന്നു പേർത്തും നിശ്ചയിച്ച പത്മനാളസ്ഥനാം വിധി വിഷ്ണുദേഹത്തിങ്കൽ നിൽക്കും യോഗനിദ്രയെ വാഴ്ത്തിനാർ ബ്രഹ്മാവ്. ഓം നിദ്ര തൻ വശകനാക്കിയതി ജഗത്തിനൊക്കെ പ്രബോധമരുളും ഹരിയേയുമിപ്പോൾ. നീ ജഗത്തിനു കാരണമമ്പ വേദവാക്യങ്ങളാൽ ഇവനുമിങ്ങിതറിഞ്ഞു ദേവി. ആരെന്തറിഞ്ഞതിഹ നിർഗുണ നിന്റെ മോഹലീലാവിലാസമഖിലാന്തരവാസഗേഹേ. ഞാനോ വിമൂഢനിഹ വിജ്ഞരിൽ വിജ്ഞനാമീ ശ്രീ വിഷ്ണു കൂടിയതുമട്ടവശം കിടപ്പൂ. അമ്മയാർക്ക് അറിയാൻ സാധിക്കാം, എല്ലാവർക്കും ബോധം കൊടുക്കുന്നയാളാണ് സ്വതേ ഭഗവാൻ വിഷ്ണു. ആ വിഷ്ണുവിന് ബോധം കൊടുക്കുന്നത് അമ്മയാണ്. അതല്ലാച്ചാൽ ഈ കാരണക്കാരിയായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹമില്ലെങ്കിൽ ഈ സമയത്ത് ദൈത്യന്മാർ വന്നു കഴിഞ്ഞാൽ പാലകൻ ഉറങ്ങാൻ പാടില്ല. അപ്പം അത് അമ്മയുടെ ഈ ലീലാവിലാസം അത് എങ്ങനെയാ നമുക്ക് അറിയാൻ സാധിക്കുമോ? ആർക്കും അറിയില്ല. സാഖ്യോക്തിയിൽ പ്രകൃതി വിശ്വവിധാത്രിയും നീ ചൈതന്യഹീന പുരുഷാഖ്യയുമങ്ങു തന്നെ. എന്നിട്ടും അങ്ങയോടു ചേർന്ന മുരാരി കൂടി ചൈതന്യമറ്റവശമെന്തിവിടെ കിടക്കാൻ. ഈ സമയത്ത് വിഷ്ണു ഇങ്ങനെ ഉറങ്ങാനുള്ള കാരണം എന്താ? അമ്മ ഉറക്കിയതാണോ? എന്തെങ്കിലും വേറെ ഉദ്ദേശങ്ങൾ വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. കാരണം സാഖ്യം എന്നുള്ളത് മാത്തമാറ്റിക്കലി ഡിസൈൻഡ് ബൈ ഹെർ ആണ്. അപ്പോൾ അമ്മയാൽ ആണ് ഇത് മുഴുവൻ കണക്ക്. താത്വികമായിട്ട് 24 തത്വങ്ങളെ കൊണ്ട്, 96 തത്വങ്ങളെ കൊണ്ട്, 108 തത്വങ്ങളെ കൊണ്ട്, 121 തത്വങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. തത്വങ്ങൾ പോസിറ്റീവും നെഗറ്റീവും കൂടി കഴിഞ്ഞാൽ 121 വരും. 96 തത്വങ്ങളാണ് ഈ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ തത്വങ്ങൾ നമുക്ക് നെഗറ്റീവ്സിനെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ കിട്ടും. 121 വരെയൊക്കെ കിട്ടുന്നുണ്ട്. ശ്രീ മഹാദേവിയെ നമ. നീ രൂപമാർന്നു പലതിങ്ങു നടിച്ചിടുന്നു. നിൻ കർമ്മവൈഭവം അറിഞ്ഞവനാരൊരുത്തൻ ധ്യാനിപ്പു നിൻ ഗുണഗണം മുനിമാർ നിതാന്തം. സന്ധ്യേതി നാമം അവിടേക്കരുളിത്രികാലം. നമ്മൾ ഓരോ ദിവസത്തെ പോലും ഭാഗിക്കുകയാണെങ്കിൽ സന്ധ്യ എന്നത് അമ്മയുടെ നാമ. അങ്ങനെ ഓരോന്നിനും ഉണ്ടെന്ന് അർത്ഥം. അതാണ് നീ ബുദ്ധി ബോധം ഉലകിന്നു സദാ കൊടുപ്പോൾ. ശ്രീ നീ സുരർക്കു സതതം സുഖമേകുവോൾ നീ കീർത്തി ബുദ്ധിയെഴുവോർക്കിഹ കാന്തിയും നീ ശ്രദ്ധ തന്നെ രതി നീ ഭുവനത്തിലൊക്കെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ദേവന്മാർക്ക് സുഖത്തെ കൊടുക്കുന്ന ദേവി എന്നാണ്. അസുരന്മാർക്ക് സുഖത്തെ കൊടുക്കുന്നതും ഇതേ ദേവി തന്നെയാണ്. അതാത് കാലത്ത് തപസ്സിൻ്റെതായിട്ടുള്ള ശക്തിയോ ബലോ പിൻബലോ അല്ലെങ്കിൽ വരബലോ ഒക്കെ ഉണ്ടെച്ചാൽ അതിൻ്റെ സുഖം അത് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ കൊടുക്കുന്നത് ഈ അമ്മയാണ്.
അപ്പോൾ അസുരന്മാർക്ക് കൊടുക്കുന്നതും ദേവന്മാർക്ക് കൊടുക്കുന്നതും ഈ അമ്മേനെ. ദേവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാലേ ലോകഹിതാവുള്ളൂ, മറ്റേ ലോകത്തിന് അഹിതാണ് വരിക. അതുകൊണ്ട് അത് പാടില്ല എന്നേ പറഞ്ഞുള്ളൂ. നീ താൻ ജഗജ്ജനനി എന്നതു സത്യമത്രേ, നിദ്രാലുവായ ഹരി തന്നെ ഇതിന്നു സാക്ഷ്യം. കിട്ടിൽ ഇതിൽ പരമൊരു ഉത്തമമാം പ്രമാണം, ദുഃഖാർത്തനാമിവനു തർക്കശതങ്ങളാലും. ദുർഭാവ്യവേദമറിവോർക്കതുപോൽ ശ്രുതിക്കും, ദുർജ്ഞേയ തന്നെ നിഖിലാർത്ഥതയാലുമേ നീ. വേദങ്ങൾ തന്നെ ജനിയാർന്നതു നിന്നിൽ നിന്നാണി, കാൺമതൊക്കെ വിശദം തവ കാര്യമത്രേ. ഇപ്പോൾ കാരണക്കാരിയായിട്ടുള്ള അമ്മ ത്രിമൂർത്തികളെയും സൃഷ്ടിച്ചു. ആ ത്രിമൂർത്തികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ത്രിമൂർത്തികളുടെ ഈ ഭാവം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വേദത്തെ വിന്യസിച്ചു. ആ വേദവും അമ്മയാണ്, വേദത്തിൽ പറഞ്ഞ പ്രവൃത്തിയും അമ്മയാണ്. ഈ ത്രിമൂർത്തികളും അമ്മയാണ്. ത്രിമൂർത്തികൾക്ക് ശക്തിയായിട്ട് വന്നതും അമ്മ തന്നെയാണ്. ആർ നിൻ ചരിത്രമറിയും മതിമാൻ ഹരിക്കുമാവിൽ എനിക്കും ശിവനും സുരരിങ്കലാർക്കും, എൻ പുത്രരും കഴിവെഴാത്തവർ താൻ യതീന്ദ്രന്മാരും ത്വദീയ മഹിമാവിതവർണ്ണനീയം. ഇപ്പം ഏറ്റവും കൂടുതൽ അറിവുള്ളത് ബ്രഹ്മാവിൻ്റെ പുത്രന്മാരായിട്ടുള്ള സനകാദികള്, സപ്തർഷികള്, മരീചി തൊട്ട് ആദ്യത്തെ പ്രജാപതിമാരുണ്ട്, അവർക്കൊക്കെയാണ്. അവർക്കും കൂടി പറ്റില്ല എന്ത് അമ്മയെ അറിയാനായിട്ട്. അതാണ് അതിൻ്റെ നിയമം. ഇപ്പം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ജ്ഞാനം നേടിയത് മണിദ്വീപത്തിൽ വെച്ചിട്ട് അമ്മയാൽ കൊടുത്ത ജ്ഞാനമാണ്. അതാണ് ഇവർക്ക് പകർന്നു കൊടുത്തത്. പക്ഷേ ഇവർ ഋഷിത്വം ഉണ്ടായതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. എന്നിട്ടും അവർക്ക് പറ്റുന്നില്ല. അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. അനന്തനായാലും സരസ്വതി ആയാലും ഇത് പറയാൻ പൂർണ്ണമായിട്ട് സാധിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇതിൽ കൂടുതൽ കണ്ടുപിടിക്കാനുള്ള ആ ഒരു കഴിവ്, ഋഷിത്വം അവർക്കുണ്ട്. അതുകൊണ്ടാണ് എന്നേക്കാൾ എനിക്കറിയില്ല, എൻ്റെ മക്കൾക്കും അറിയില്ല എന്ന് പറയാനുള്ള കാരണം. ബ്രഹ്മാവ് യജ്ഞങ്ങൾ ചെയ്യുമളവാഹുതിയെങ്കിൽ നിൻ പേർ സ്വാഹേതി വേദം അറിവോരുര ചെയ്തിടായിൽ, പ്രാപിക്കയില്ല സതതം മഖഭാഗധേയം വിണ്ണോരവർക്കുമിഹ വൃത്തിത നീയൊരുത്തി. ഇപ്പോൾ ദേവന്മാർക്ക് ഹോമാദികൾ ചെയ്യുമ്പോൾ സ്വാഹാദേവിയായിട്ടാണ് അമ്മ വന്നിട്ട് അത് എല്ലാ ദേവന്മാർക്ക് കൊടുക്കുന്നത്. സ്വധാദേവിയായിട്ടാണ് പിതൃക്കൾക്ക് അത് കൊടുക്കുന്നത്. അപ്പോൾ അമ്മയുടെ അംശാവതാരം എല്ലാ പ്രകൃതിയിലുള്ള എല്ലാറ്റിലും അത് അമ്മ പല അംശമായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഈ അംശം ഇല്ലാച്ചാൽ അത് നമ്മൾ ഭജിച്ചിട്ടും കാര്യമില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്വാഹയെ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. സ്വാഹയായാലും സ്വധയായാലും മറ്റു ദേവിമാർ, ഭൂമിയായാലും ഗംഗയായാലും തുളസിയായാലും ഒക്കെ അമ്മയുടെ അംശങ്ങളാണ്. അതേപോലെ പ്രജാപതിമാരുടെ പത്നിമാരായാലും, ഇപ്പോൾ സീതയായാലും അവതാര പുരുഷന്മാരുടെ പത്നിമാരായാലും ഒക്കെ അമ്മ തന്നെയാണ് എന്ന് സാരം. അതാണ് രക്ഷിച്ചു നീ അസുരഭീതിയിൽ നിന്നു പൂർവകൽപ്പത്തിൽ എന്നെ, അതുപോലെ അഖിലേശി ഇന്നും രക്ഷിക്ക കൈടഭനെയും അമ്മധുവൊത്തു കണ്ടു പേടിച്ചു നിന്നെ വരതേ ശരണം ഗമിച്ചേൻ. എന്നാധി ഇന്നത് ഇന്നറിയുന്നതുമില്ല വിഷ്ണു, നിന്നാലിവൻ വിവശനായി വടിപോൽ കിടപ്പു. മോചിക്കുകേ ഹരിയ നീ അഥവാ ഹനിക്ക് ദൈത്യേന്ദ്രരെ തവഹിതാനുസൃതം നടത്തൂ. ഇപ്പോൾ കലികാലത്തിൽ ഏറ്റവും നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ളൊരു വിഷയം ആലസ്യം, മടി, വഞ്ചന ഏറ്റവും പ്രധാനമാണ്. മധു കൈടഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധു മതം ആണ്. ഞാൻ എന്തോ ചെയ്യുന്നു, ഞാൻ ആരോ ആണ്, ഇതാണ് മതം. പിന്നെ അവിടെ നിന്ന് അതിൻ്റെ കൂട്ടത്തിൽ എത്ര വേണമെച്ചാൽ കൂട്ടാം അഹങ്കാരമായിട്ട്. കൈടഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയാണ്. എന്നിൽ കഴിവില്ല, അന്യൻ്റെ കഴിവിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അത് എൻ്റേതാക്കുക. അത് എല്ലാ കാര്യത്തിലും ഉണ്ടായത്. അത് ഇതുപോലെ എത്ര വേണമെച്ചാൽ വിശദീകരിക്കാം. അപ്പം അങ്ങനെ വിശദീകരിക്കുമ്പോഴാണ് മധു കേടവന്മാർ നമ്മിലുള്ളതായിട്ടുള്ള ഈ രണ്ട് നെഗറ്റീവ്സാണ്. ഈ രണ്ട് നെഗറ്റീവ്സിനെ ഭദ്രകാളിയാൽ മാത്രമേ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഭദ്രകാളിയെ ആദ്യം, കലികാലത്തിൽ അങ്ങനെയാണ്, ഭദ്രകാളിയും അയ്യപ്പനുമാണ് നമ്മുടെ ഈ യുഗപ്രഭാവ അധിദേവതമാർ. അപ്പം അവരെ ഭജിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും അന്നത്തെ ദിവസം തുടങ്ങാൻ അർത്ഥം. അത്രയ്ക്കുണ്ട് പ്രാധാന്യം. ശ്രീ മഹാദേവിയെ നമ. നിൻ ശക്തിയാൽ അവശനാം പതിയെ പ്രബോധിപ്പിക്കാൻ അശക്തൈഹ സിന്ധുജയും മഹേഷി, നീ താൻ പരം വിവശയാക്കി ഉറക്കി വിട്ടോ താർമങ്കയെയും ഇവനങ്ങനെ നന്നിടുന്നു. അപ്പോൾ ഒപ്പം അങ്ങയുടെ അംശമായിട്ടുള്ള രമയും ഈ വിഷ്ണുവിൻ്റെ ഒപ്പം കിടന്നുറങ്ങുക. രമ ശരിക്ക് ഉണർത്തേണ്ട ആളാണ്. എന്താ രമ ഉണർത്താത്ത? അങ്ങയുടെ നിയന്ത്രണത്തിലാണ് ഈ രമി. അതുകൊണ്ടാണ് നീ കാമധേനു നിഖിലാംബിക എന്നറിഞ്ഞു, മറ്റേതു ദേവഭജനങ്ങളെയും വെടിഞ്ഞു, ത്വൽപാദഭക്തിയോടു നിൻ സകല സ്വരൂപധ്യാനത്തിൽ മുങ്ങിയമരുന്നവർ തന്നെ ധന്യർ. അപ്പോൾ ഈ കാമധേനു എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് വേണ്ടതെല്ലാം തരുന്ന ഭാവം അമ്മയാണ്. സ്തന്യം എന്ന നിലയ്ക്കാണ്.
വായു ആയാലും വെള്ളമായാലും തരുന്നത് അമ്മ തന്നെയാണ്. ഊർജ്ജമായാലും ഈ കഴിക്കുന്ന ആഹാരം ദഹിക്കണ്ടേ, വൈശ്വാനരനായാലും അമ്മ തന്നെയാണ്. അതാണ്, അത്രയും പ്രാധാന്യമുണ്ട്. അതാണ് ധീ കാന്തി കീർത്തി ശുഭവൃത്തി ഗുണാദിയാം നിന്നാനാ ഗുണങ്ങളിഹ വിഷ്ണുവെ വിട്ടുവെന്നോ മാനപ്രധാന ധനയാം തവ ശക്തിയാകുമാ നിദ്രയാൽ ഹരിയുമിന്നിഹ ബന്ധനസ്ഥൻ നീ ശക്തിതാനുലകുകൾക്കഖില പ്രഭാവേ നിൻ സൃഷ്ടിയാം നിൻ സൃഷ്ടിയാം ഇത് അഖിലം തവ ഭാവമാത്രം ആടുന്നു നിന്റെ കൃതിയാകിന മോഹജാല നാട്യങ്ങൾ നീ സ്വകൃതി താൻ നടനെന്ന പോലെ. ഇപ്പൊ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ നെഗറ്റീവ്സും പോസിറ്റീവ്സും അമ്മ തന്നെയാണ്. ഇതറിഞ്ഞാലാണ് ഭജനം നേരെയാവുള്ളൂ. അതല്ലാച്ചാൽ ഭജനം അത്ര നേരാവില്ല. സൃഷ്ടിച്ചു വിഷ്ണുവേ യുഗാദിയിലാദ്യമായി നീ പാലിപ്പതിൻ അമല ശക്തിയെയും കൊടുത്തു രക്ഷിച്ചു വാണിതവനിൻ അവശത്വവും നീ നൽകുന്നു നിന്റെ ഹിതമേത് അതു ചെയ്യൂ നീയും. ഇപ്പോൾ പാലകനായാലും സദാസമയത്ത് ഉണർന്നിരിക്കണമെന്ന നിയമമുണ്ട്. അത് അനുശാസിക്കുന്നയാളായാലും അമ്മയുടെ നിയന്ത്രണത്തിൽപ്പെട്ട് ഉറങ്ങിച്ചാൽ കുടുങ്ങി മാർഗമൊന്നുമില്ല. നമ്മളൊക്കെ അങ്ങനെ അതിൽ പെടുന്നവരാണ്. വേണ്ട സമയത്ത് വേണ്ടതായിട്ട് തോന്നില്ല. ഒന്നെങ്കിൽ മനസ്സ് ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശരീരം ഉറങ്ങിയിട്ടുണ്ടാവും, അതല്ല വെച്ചാൽ ബുദ്ധി ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം എന്താ വെച്ചാൽ വേണ്ടത് വേണ്ട സമയത്താണ് തോന്നില്ല. അതാണ് മൗനം വെടിഞ്ഞു കനിവേകുക മൗനം വെടിഞ്ഞു കനിവേകുക എന്നെ ഏവം സൃഷ്ടിച്ചു കൊല്ലുവതിനല്ല തവേച്ഛയെങ്കിൽ ഇക്കാലരൂപരെ വിളിക്കു വരുത്തി എന്നെ അമ്മേ ഹസിക്കുവതിനോ തവ വാഞ്ച ഇപ്പോൾ. ബ്രഹ്മാവ് ഞാൻ കേവനായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ അമ്മ ഇതുപോലെയൊക്കെ കേവനാക്കിയതിന് ശേഷം എന്നെ ഇതുപോലെ ഒരു അസുരന്മാരെ കൊണ്ട് വധിപ്പിക്കാനാണോ ഉദ്ദേശം? എനിക്കൊരു വിലയില്ലാത്ത രീതിയിൽ എന്നെ നശിപ്പിക്കാനാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? എന്നാൽ അതന്നെ നടക്കുള്ളൂ. ഞാൻ വിചാരിച്ചിട്ട് തന്നെ മാർഗമില്ല. ജ്ഞാതം ത്വദീയ ചരിതം ബഹുചിത്രമിപ്പാരാകെ ചമച്ചു മനമൊത്ത പടിക്കളിച്ചു നീ സംഹരിപ്പൂ സകലം തവ വാഞ്ച എന്നെ കൊല്ലാനുമേവം ഇതിൽ അത്ഭുതമില്ല തെല്ലും. ഇപ്പോൾ സൃഷ്ടി ഞാനല്ല എന്നർത്ഥം. പാലകൻ വിഷ്ണു അല്ല, സംഹാരം ശിവനല്ല. അമ്മയാണ് ഇതെല്ലാം ചെയ്യണത്. അപ്പോൾ എന്ന കൂട്ടത്തിൽ എനിക്കിനി അഭിമാനം ഒട്ടുമില്ല. അതുകൊണ്ട് എന്നെ ഇപ്പം നിയന്ത്രിക്കുന്നത് മുഴുവൻ അമ്മയാണ്. ഈ അസുരന്മാരുടെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അമ്മേ മുക്തി കിട്ടില്ല. അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യൂ, അമ്മയുടെ തൃക്കൈ കൊണ്ട് തന്നെ എന്നെ വധിക്കൂ. എന്നാൽ പിന്നെ എനിക്ക് ജന്മം വേണ്ടല്ലോ, വീണ്ടും ഒരു ബ്രഹ്മാവായിട്ട് സൃഷ്ടി പ്രക്രിയ ചെയ്യണ്ടല്ലോ. അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൊന്നാലുമമ്പ മരണത്തിലെനിക്കു ദുഃഖമൊന്നുമില്ല ജഗദംബികയായ നിന്നാൽ കർത്താവിധി പ്രതിതനാമിവനിന്നു ദൈത്യന്മാരാൽ മരിക്കിൽ അപകീർത്തി ഗരിഷ്ഠമല്ലീ. നിന്നത്ഭുതാകൃതി ധരിച്ചെഴുന്നേൽക്ക ബാലലീലേ ഹനിക്കുക ഇവനെ ധനുജേന്ദ്രരെയോ അല്ലെങ്കിൽ വിഷ്ണുവെ ഉണർത്തുക ദൈത്യരെ കൊന്നിടാൻ സമസ്തം അവിടേക്ക് സുസാധ്യമല്ലോ. ഒന്നുകിൽ അമ്മ എന്നെ വധിക്കുക, അതല്ല വെച്ചാൽ വിഷ്ണുവിനെ ഉണർത്തുക, അതല്ലെങ്കിൽ അമ്മ മധുകേടവന്മാരെ വധിച്ച് അവർക്ക് മുക്തി കൊടുക്കുക. മൂന്നായാലും എനിക്ക് സമ്മതമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്യണം അമ്മേ, ഇവരുടെ കൈ കൊണ്ട് എനിക്ക് മരിക്കാൻ വയ്യ, മുക്തി കിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന കേട്ടതോട് കൂടിയിട്ട് ശരി എന്ന് അമ്മ പറയുകയാണ്. അപ്പം ഈ ബ്രഹ്മാവിൻ്റെ ഈ സ്തുതി എല്ലാ ദിവസവും നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മനനം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ ഈ അമ്മയ്ക്ക് അധീനമാണ്. നാം എല്ലാവരും അമ്മയ്ക്ക് അധീനരാണ്. അമ്മയുടേതാണ് ഈ സ്വത്ത് മുഴുവൻ. അതിൽ നാം എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. ശ്വാസം വലിക്കുന്നു, ആ ശ്വാസത്തിലെ ദുർഗന്ധമാണെങ്കിലോ നമുക്കത് വേണ്ട. അത് സുഗന്ധമാണെങ്കിലോ, അത്യധിക സുഗന്ധം, രൂക്ഷ സുഗന്ധമാണെന്ന് വെച്ചാലോ അതും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് മാത്രമേ നമുക്ക് വേണ്ടൂ. ശുദ്ധവായുവാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടിയില്ല വെച്ചാൽ അമ്മയുടെ അനുഗ്രഹമില്ല എന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടും അമ്മയാൽ തരുന്നതുമാണ് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് വേണം അമ്മയെ ഭജിക്കാൻ, ജീവിക്കാൻ. എല്ലാവരിലും ഈശ്വരനെ കാണുക, എന്നിലും ഈശ്വരനുണ്ട് എന്ന് കാണുക. എല്ലാവരും ഈശ്വരനിലുണ്ട്, ഈശ്വരനിൽ ഞാനുമുണ്ട്, എന്നിൽ എല്ലാവരുമുണ്ട് എന്നുള്ളതായാൽ അഹം ബ്രഹ്മാസ്മിയായി, തത്വമസിയായി, പ്രജ്ഞാനം ബ്രഹ്മയായി. അയമാത്മാ ബ്രഹ്മ, സർവം ഖല്യുതം ബ്രഹ്മ, സർവം ഖല്യുതമേവാഹം നാന്യതസ്തി സനാതനം, ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം. അപ്പോൾ അവിടേക്ക് എത്തും. അപ്പോൾ ഈ ഭാവത്തിൽ നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് ആദ്യത്തെ സ്തുതി വളരെ ഗംഭീരമായിട്ട് സ്തുതിയാണ്. വേദസ്തുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബ്രഹ്മാവ് സ്തുതിക്കുന്നതായിട്ടുള്ള ഈ സ്തുതിയാണ്. ഈ സ്തുതി കേട്ടതോട് കൂടിയിട്ട് അമ്മ
ഭദ്രകാളിയായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. നിന്നത്ഭുതാകൃതി ധരിച്ചെഴുന്നേൽക്ക ബാലലീലേ ഹനിക്കുകിവനെ ധനുജേന്ദ്രരെയോ, അല്ലെങ്കിൽ വിഷ്ണുവെ ഉണർത്തുക ദൈത്യരെ കൊന്നിടാൻ, സമസ്തം അവിടേക്ക് സുസാധ്യമല്ലോ സൂതൻ. ഏവം വേദസ്സിനാൽ വാഴ്ത്തപ്പെട്ടൊരാ ദേവി താമസി, വിഷ്ണുദേഹം വെടിഞ്ഞാശു നിന്നാൾ പാർശ്വത്തിലായി തഥാ. നാരായണ ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റില്ല എനിക്കാശ്രയം. ശ്രീ മഹാദേവ്യൈ നമ, ശ്രീ മഹാകാള്യൈ നമ. ഈ സമയത്ത് ഭദ്രകാളിക്ക് കടുംപായസം നേദിക്കുക, അങ്ങനെയാണ് പതിവ്. ഇപ്പോൾ രാവിലെ കടുംപായസം നേദിച്ചതിൻ്റെ ശേഷമാണ് ചായക്ക് നിർത്താറുള്ളത്. 9 അധ്യായമൊക്കെ വായിക്കാറുണ്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ 8 അധ്യായം കൊണ്ട് നിർത്തും, അല്ലെങ്കിൽ അവതാരം കഴിഞ്ഞാൽ അപ്പം നിർത്തും, ഇങ്ങനെയൊക്കെ പതിവുണ്ട്. ഏതായാലും അമ്മയുടെ അവതാരം കഴിഞ്ഞു. ഏവം വേദസ്സിനാൽ വാഴ്ത്തപ്പെട്ടൊരാ ദേവി താമസി, വിഷ്ണുദേഹം വെടിഞ്ഞാശു നിന്നാൾ പാർശ്വത്തിലായി തഥാ. ശ്രീ മഹാദേവി നമ, ശ്രീ മഹാകാള്യൈ നമ. അതുല്യ തേജോനിധിയാം വിഷ്ണുവിന്നംഗമൊക്കെയും വിട്ടുനിന്നാൾ യോഗനിദ്ര ദൈത്യനാശം വരുത്തുവാൻ. ജനാർദ്ദനൻ തന്മയൊട്ട് അനങ്ങാനായി തുടങ്ങവേ ബ്രഹ്മാവതീക്ഷിച്ച് അത്യന്തമാനന്ദം പൂണ്ടു തൽക്ഷണം. ബ്രഹ്മാവിൻ്റെ ആ പ്രാർത്ഥന കേട്ടു, അമ്മ പ്രത്യക്ഷയായി. അത് വിഷ്ണുവിൽ നിന്നും മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അത് രൂപം സ്വീകരിച്ചുകൊണ്ട് ഭദ്രകാളിയായി. ആ സമയത്ത് വിഷ്ണു ക്രമേണയായിട്ട് ഇന്ദ്രിയങ്ങൾ അടഞ്ഞിരിക്കുകയായിരുന്നു, ഇന്ദ്രിയങ്ങൾ തുറന്നു, ആ വിഷ്ണു ഉണർന്നു. ഇത് കണ്ടതോടു കൂടിയിട്ട് അത്യാനന്ദത്തിൽ ബ്രഹ്മാവ് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നത്. 50 ശ്ലോകങ്ങളോടുകൂടി ഈ അധ്യായത്തെ അവസാനിപ്പിക്കുകയാണ്. വിഷ്ണു പ്രബോധം എന്ന 7-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ബിഭേമി രാഗാദി മഹാരിഭുഭ്യോ ജേതും യദിഷ്യേഹമിമാൻ സുശക്താൻ, തദർത്ഥശക്തിം മമ ദേഹി നിത്യം നിദ്രാലസോമാ ച ഭവാനി മാതാ. ദേവി നാരായണീയം അതിലുള്ള ഒരു ശ്ലോകമാണ്. രാഗദ്വേഷാദി ഈ ഷഡൂർമി അങ്ങനെയല്ലേ, അങ്ങനെയുള്ളത് നമ്മുടെ ശത്രുക്കളാണ്. 18 ശത്രുക്കൾ, ഷഡൂർമി, ഷഡ്വൈരി, ഷഡേരി. അതിനെ ഞാൻ പേടിക്കണം. ഇതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ശക്തി തരുക തന്നെ വേണം. ഈ ശക്തി ഇല്ലാച്ച, ശക്തിയെ ഉപാസിക്കാതെ കണ്ട് അത് മറികടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ അമ്മയെ ഈ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് സദാസമയത്തും ഭജിക്കുന്നു. അത് യാഗ, പൂജ, യജ്ഞ, ദാനം എന്തായാലും വേണ്ടില്ല, വ്രതായാലൊക്കെ. അതിന് വേണ്ടിയിട്ട് അമ്മ എനിക്ക് ഇങ്ങനെ ഭജിക്കുമ്പോൾ ഈ രാഗാദികളെ കീഴടക്കാൻ, അതിനെ ജയിക്കുവാനായിട്ട്, അതിനെ അടിമപ്പെടാത്ത ഭാവത്തിൽ എന്നെ രക്ഷിക്കണേ. എന്നിൽ നിന്ന് ഈ നിദ്രയും ആലസ്യവും മധു കൈഠവൻ വഞ്ചനാദി കാര്യങ്ങൾ എന്നിൽ നിന്നും തീരെ ഇല്ലാണ്ടാക്കാൻ ഞാനിതാ അമ്മയെ നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള അമ്മ നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അമ്മയുടെ തൃക്കാലൊക്കെ സമർപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് നാളെ വായിക്കാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ശ്രീ മഹാദേവി.